190 രൂപയുടെ ബിരിയാണിയാണ് ഞാൻ ഈ ഇരുന്ന് മുണുങ്ങുന്നത്. ഇപ്പോൾ റാൻഡമായിട്ടുള്ളൊരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു തിരുവല്ലയിൽ നല്ല ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ട് ഇല്ലയെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് നമ്മുടെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിനകത്തെ പപ്പ ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ. അപ്പോൾ കുറേ ദിവസം അവിടെ പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി മോസ്റ്റ് ഹൈപ്ഡ് ബിരിയാണി നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സോ ഇതാണ് ആ പപ്പ ഹോട്ടൽ. പാഴ്സൽ ചാർജ് ഉൾപ്പെടെ എനിക്ക് 190 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങാനും ഈ ബിരിയാണി കൊള്ളത്തില്ലെങ്കിൽ 190 രൂപ പോകുമല്ലോ, ഞാൻ എങ്ങനെ കിടന്നുറങ്ങും എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഈ യാത്രയിൽ ഫുൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമായിരുന്നു പപ്പയുടെ ബാക്ക് സൈഡിൽ. അങ്ങനെ വീട്ടിലെത്തി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു ത്വരയായിരുന്നു എനിക്ക്. അപ്പം ബിരിയാണിയുടെ കൂട്ടത്തിൽ നമുക്ക് സാലഡും അച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്വാണ്ടിറ്റി വൈസ് നോക്കുവായിരുന്നെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും വേറെ സ്ഥലങ്ങളുമായിട്ടാണല്ലോ താരതമ്യം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൈസിനെക്കാട്ടും കുറവ് പ്രൈസിൽ ഞാൻ എറണാകുളത്ത് നല്ല ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട്. 190 റുപ്പീസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി മേ ബി ഗ്യാസിൻ്റെ ഒക്കെ ഇഷ്യൂ പറഞ്ഞവർ കൂട്ടിയതായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ പോയിരുന്ന് കഴിക്കുമ്പം അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്ന്. സോ നിങ്ങൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ.